ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായ ഒരു വീഡിയോ കൊണ്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം മറ്റുള്ളവരിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് ഇടുക്കുന്ന പേരിൽ ഫേസ്ബുക്ക് പേജുണ്ട്, അതൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും പേജുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമേ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നല്ലൊരു വർഷമായിരിക്കട്ടെ എല്ലാവർക്കും. നമുക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കുറച്ച് ടിപ്സുകൾ തന്നെയാണ്. ടൂത്ത് പേസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്, പക്ഷേ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഉള്ളിയൊക്കെ നമ്മൾ തൊലി പൊളിക്കുമ്പം നമ്മളുടെ കയ്യിലൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ കോൾഗേറ്റ് വളരെയധികം സഹായിക്കും കേട്ടോ. കോൾഗേറ്റിൻ്റെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് നമ്മളുടെ കൈകളിലുള്ള ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഉള്ളിയുടെ ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ സവോളയുടെ സ്മെല്ലോ, അതുപോലെ തന്നെ മീൻ വയ്ക്കുമ്പോഴും അതുപോലെ നമ്മുടെ ചിക്കൻ വയ്ക്കുമ്പോഴും ഒക്കെ നമുക്കിത് നല്ല യൂസ്ഫുള്ളാണ്, നല്ലതാണ്. കുറച്ച് മതി, കുറച്ച് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ കൈകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകാം. അപ്പോൾ നമ്മളുടെ കൈകളിലെ സ്മെല്ലും കളയാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ വളരെ നല്ലതാണ്. ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കത്തിയൊക്കെ നമ്മളുടെ വീടുകളിൽ സൂക്ഷിക്കാറുണ്ടല്ലോ, എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അത് നല്ല ക്ലിയർ ആക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു ലിക്വിഡ് സഹായിക്കും കേട്ടോ. അപ്പോൾ വിനാഗിരിക്കകത്തേക്ക് കുറച്ച് പേസ്റ്റ് മതി, അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഏതെങ്കിലും സ്പോഞ്ച് ഉപയോഗിച്ചോ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കത്തിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളുടെ കത്തിയാണെങ്കിലും അതുപോലെ തന്നെ വെട്ടുകത്തിയാണെങ്കിലും വാക്കത്തിയാണെങ്കിലും എന്തിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തുരുമ്പിൻ്റെ ശല്യമേ ഉണ്ടാവത്തില്ല കേട്ടോ. നല്ല കളറും കിട്ടും നമ്മളുടെ കത്തിക്ക്. നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതിനകത്ത് കറയൊക്കെ പിടിച്ച് പോകാറുണ്ട്. അപ്പോൾ ആ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ്, ചെയ്ത് നോക്കണേ. ഇതുപോലെ ഞാൻ ഈ ബ്രഷ് വെച്ചങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീട്ടിൽ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ ആ സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കൊടുത്താൽ മതി. നല്ലൊരു കളറ് വരും നമ്മളുടെ കത്തിക്കൊക്കെ. പിന്നെ നമ്മളുടെ ആ ഒരു കത്തിയുടെ ആ ഒരു കണ്ടോ, ഇപ്പം തന്നെ ഇളകി പോകുന്ന കാണാം. ആ ഒരു സൈഡ് വശങ്ങളിലൊക്കെ വൃത്തിയാവാതിരിക്കുന്നത് അതൊക്കെ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. പോളിഗാർഡിൻ്റെ കത്തിയാണ്. ഈ ഒരു സിമ്പലുള്ളതാണ് വാങ്ങിക്കുന്നത്. നല്ല മൂർച്ചയുണ്ട്, ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കിയോളൂ. നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാവേ. കണ്ടോ, നല്ല കളറോടുകൂടി നല്ല തിളങ്ങുന്ന രീതിയിലായിട്ടുണ്ട്. എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുക, ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മളുടെ വീടുകളിലുള്ള സെറാമിക്കിൻ്റെ പാത്രങ്ങളിലുള്ള കറകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റ് വളരെ നല്ലതായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അതായത് കണ്ടോ, ചായപാത്രമാണ് കേട്ടോ, ചായക്കപ്പാണ്. നന്നായിട്ട് അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമുക്ക് കുറച്ച് പേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളുടെ ആ പാത്രങ്ങളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല റിസൾട്ട് കിട്ടും. ഇനി നിങ്ങളുടെ അടുത്ത് ഇളകാത്ത കറകളാണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് തേക്കുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുവേ. ഇത് സെറാമിക്കിൻ്റെ പാത്രങ്ങൾ മാത്രമല്ല, നമ്മുടെ ഫൈബറിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ, അതും ചിലപ്പോൾ നമുക്ക് കളറൊക്കെ മങ്ങി പോകാറുണ്ട് കുറേ നാളത്തെ ഉപയോഗത്തിന് ശേഷം. ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. വളരെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മളുടെ സെറാമിക് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതെപ്പോഴും പുതിയതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചൊരു ടിപ്പാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് ശേഷം അറിയാൻ പറ്റും, അതിൻ്റെ മുകൾ വശത്തായിട്ടുള്ള ആ ഒരു എഡ്ജ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് കറയൊക്കെ പിടിച്ച് അങ്ങ് വളരെ വൃത്തികേടാവാറുണ്ട്. അപ്പോൾ ആ ഭാഗത്തെ കറകളൊക്കെ നീക്കം ചെയ്യുവാണെങ്കിൽ നമ്മളുടെ പാത്രം എപ്പോഴും പുതിയതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അവിടെ ഉരച്ച് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ നമ്മളുടെ പാത്രങ്ങൾ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണമയവും അതുപോലെ തന്നെ നമ്മൾ മീൻ വറുക്കുവാണെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു
എന്താ പറയുക കറകളും ഒക്കെ പറ്റിപ്പിടിച്ച് അവിടെ അങ്ങ് വൃത്തികേടാകാറുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പാത്രം എടുത്ത് നോക്കിയോളൂ. അപ്പോൾ അത് ക്ലീൻ ആവുകയാണെങ്കിൽ നമ്മളുടെ പാത്രം എപ്പോഴും നല്ല പുതിയതുപോലെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഉൾഭാഗത്ത് സെറാമിക് കോട്ടിംഗ് ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ടഫ്ലോൺ ചെയ്തിരിക്കുന്ന സ്ഥലത്തൊന്നും ഒരിക്കലും നമ്മളുടെ സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. അവിടെ നല്ല സ്പോഞ്ച് ഉപയോഗിച്ച് മാത്രം വാഷ് ചെയ്യുക. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഈ ഒരു വൈര ഭാഗം മാത്രമാണ് ഞാൻ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാറുള്ളൂ. പക്ഷേ നമുക്ക് കാണുമ്പോൾ ഒരു മനസ്സന്തോഷമാണ് കേട്ടോ. നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു കളറിലേക്ക് നമ്മളുടെ പാത്രങ്ങൾ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് ഒരുപാട് സഹായകമാകും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ഉരച്ച് കൊടുക്കുക. ആ സൈഡ് ഭാഗത്ത് മാത്രം ഉരയ്ക്കാൻ പാടുള്ളൂ. ചില പാത്രങ്ങളിൽ അവിടെ കോട്ടിങ്ങോട് കൂടിയ പാത്രങ്ങളാണ് വരുന്നത്. അങ്ങനെയുള്ളവർ ഈ ടിപ്പ് പരീക്ഷിക്കരുത് കേട്ടോ. അല്ലാത്തവർക്ക് പരീക്ഷിക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മളുടെ പാത്രങ്ങൾ എപ്പോഴും പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും. ഞാനിത് കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ വരും. അപ്പം നമ്മളുടെ ആ പാത്രത്തിൻ്റെ പിടിയുടെ വശത്തിനുള്ള ആ ഒരു ഭാഗം കൂടി നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ ക്ലീൻ ചെയ്ത് പോവുക. എങ്കിലാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം വളരെ നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നത്തെ നമ്മളുടെ ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. അതിനുശേഷം നമ്മളുടെ ടൂത്ത് പേസ്റ്റും കൂടി ചേർത്ത് നമ്മളുടെ പല്ലൊക്കെ ഒന്ന് വാഷ് ചെയ്യുവാണെങ്കിൽ, തേക്കുവാണെങ്കിൽ നല്ലൊരു കളർ ചേഞ്ച് വരും. നല്ല വെളുപ്പ് നിറത്തിലേക്ക് മാറും. അപ്പോൾ ഈ ചായയൊക്കെ കുടിച്ചതിൻ്റെ കറയോ എന്തെങ്കിലും മഞ്ഞ നിറത്തിലുള്ള കറകളോ ഒക്കെ നമ്മൾ ചില ഫുഡൊക്കെ കഴിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മുടെ പല്ലിലൊക്കെ പറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഞാനിവിടെ പല്ലിലല്ല തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ പല്ലിൽ തേച്ച് നോക്കിയോളൂ. നല്ല റിസൾട്ട് കിട്ടും. മഞ്ഞളും കൂടി ചേർത്തൊന്ന് തേച്ച് നോക്കിയോളൂ. നല്ല കളറിലേക്ക് നമ്മളുടെ പല്ല് മാറും. നല്ല വെളുത്ത പല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് നമ്മളുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ വളരെ നല്ലൊരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് റോസ് വാട്ടറാണ് കേട്ടോ. അപ്പോൾ പനിനീരുണ്ടെങ്കിൽ അത് എടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് ഇതുപോലെ ഒഴിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് നമ്മളുടെ കോൾഗേറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന പെഡിക്യൂറും മാനിക്യൂറും ഒക്കെ ചെയ്യാൻ പോകാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾക്ക് കിട്ടും കേട്ടോ. വീടുകളിൽ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോളുക. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. നമ്മളുടെ ആ ഒരു കൈകളിലെ കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവാനും, പിന്നെ ഈ പനിനീരും കോൾഗേറ്റും കൂടി ചേരുമ്പോൾ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അത് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പാദങ്ങളൊക്കെ വിണ്ട് കയറുന്നവർക്കും ഈ ഒരു ടിപ്പ് പരീക്ഷിച്ച് നോക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു ടിഷ്യൂവിൽ മുക്കിയതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കൈകളിലും കൊള്ളാം, കാലുകളിലും കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ മുഖത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. മുഖത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമും കൂടി ഇതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കണേ. വളരെ നല്ല റിസൾട്ട് കിട്ടും. നല്ലൊരു ചേഞ്ച് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളുടെ വീട്ടമ്മമാർക്കൊക്കെ നമുക്ക് നല്ല സുന്ദരികളാകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. ട്രൈ ചെയ്ത് നോക്കുക. വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കൈകളിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ നഖത്തിൻ്റെയൊക്കെ കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല വെള്ള കളറിലേക്ക് വരും. ചിലപ്പോൾ നമ്മുടെ കളറൊക്കെ നഖത്തിൻ്റെയൊക്കെ കളർ കറയൊക്കെ പിടിച്ച് പോകുമായിരിക്കും. വാഴയ്ക്കൊക്കെ അരിയുമ്പോൾ അറിയാമല്ലോ. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ. നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ്. പരീക്ഷിച്ച് നോക്കുക. നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് നമ്മളുടെ ലൈറ്ററിനെ നമുക്ക് നല്ല പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് നമ്മളുടെ ടൂത്ത് പേസ്റ്റ് സഹായിക്കും കേട്ടോ. ഇത് കുറച്ചധികം ആൾക്കാർക്ക് അറിയാവുന്ന ടിപ്പായിരിക്കും. പക്ഷേ കുറച്ചും കൂടി നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. നല്ല റിസൾട്ട് കിട്ടും. ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് എല്ലാ ഭാഗങ്ങളിലുമായിട്ട് നമ്മളുടെ ലൈറ്ററിലൊന്ന് തേച്ച് കൊടുക്കാവേ. അതിനുശേഷം നമ്മളുടെ കൈകൊണ്ട് തന്നെയാണ് ഞാൻ തേക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. അധികം വേഗം ഒന്നും തുരുമ്പെടുക്കാതിരിക്കാനായിട്ട് സഹായിക്കുന്നൊരു ടിപ്പും കൂടിയാണിത്. അതിനുശേഷം ഞാൻ കുറച്ച് വിനാഗിരി എടുക്കുന്നുണ്ട്. വിനാഗിരിയും കൊണ്ട് ഒരു ബ്രഷും കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ലൈറ്ററിൽ ആ ഒരു തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് സഹായകമാകും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും വന്ന് വീഡിയോസൊക്കെ കാണുമല്ലോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.